വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താറൊക്കെ പുറത്തുനിന്ന് കഴിക്കാം അങ്ങനത്തെ ഒരു പ്ലാനിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സുഹൂറിന് എഴുന്നേറ്റതാണ്. എൻ്റെ വീഡിയോസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുഹൂർ എന്താ ഒറ്റയ്ക്ക് കഴിക്കുന്നത്, ഹസ്ബൻഡ് ഇല്ലേ, എന്താണ്, എവിടെയാണ്, ജോബ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആൻസർ പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സുഹൂർ ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കാറ്, കാരണം എൻ്റെ ഹസ്ബൻഡ് സുഹൂർ കഴിക്കാറില്ല. രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അവർക്ക് പണ്ട് തൊട്ടേ അങ്ങനത്തെ ഒരു ശീലമില്ല. രാവിലെ അത്ര നേരത്തെ ഫുഡ് കഴിച്ചാൽ ഡൈജസ്റ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. ഈ ഒരേ നാളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു ശീലം ഞാൻ അങ്ങനെ അഡാപ്റ്റ് ആയി. എനിക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ നേരത്ത് എഴുന്നേറ്റിരുന്ന് ആരും കമ്പനി ഇല്ലാണ്ടൊക്കെ കഴിക്കുക. പക്ഷെ അങ്ങനെ കഴിച്ച് ഇപ്പം അത് ഓക്കെ ആയിട്ടോ. നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഒന്നിലേക്കും വേറെ നോക്കണ്ട, നമ്മളുടെ ഫുഡ് പ്രിപ്പയർ ആക്കുക, കഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. സോ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആസ് യൂഷ്വൽ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ ഇന്ന് ടോപ്പിങ്സിൽ ആപ്പിളും കുറച്ച് സോക്ക്ഡ് ഡേറ്റ്സും അതുപോലെ കുറച്ച് പിസ്താഷ്യും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ റമദാൻ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യുന്നത് കുറെ പേർക്ക് ഇഷ്ടാവുന്നുണ്ട്, കുറെ പേർക്ക് വ്ളോഗ്സ് ഇൻസ്പയർ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം നിസ്കരിച്ച് ഓതി ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങുന്നൊന്നുമില്ല, നേരെ ഡ്യൂട്ടിക്ക് പോകണം. എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 7 to 1 വരെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 6:20 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ആ ഒരു രീതിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ഇഫ്താർ പുറത്തുനിന്ന് ആയതുകൊണ്ട് എനിക്ക് അത്ര ഇങ്ങനെ ടെൻഷനൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രിപ്പയർ ആക്കണം, ഓൾറെഡി ഞാൻ മീൽ പ്ലാൻ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനിപ്പോൾ 2 ദിവസം പുറത്തുനിന്ന് ഇഫ്താർ ആക്കി കേട്ടോ. കാരണം എനിക്ക് അത്ര ഫിസിക്കലി ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു ഒരു 2 days. സോ അതുകൊണ്ട് തന്നെ വീട്ടിൽ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇഫ്താർ ആക്കാം 2 days എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആ മീൽ പ്ലാൻ പോലെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയത്ത് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ്താർ പ്രിപ്പറേഷൻസ് ഒന്നും ഇന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം നിസ്കരിച്ചു, കുറേ അധികം നേരം വരുന്ന ഓതി ദിക്കറൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കാൻ കുറച്ചധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ ഈ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തീരെ അങ്ങനെ കുറേ റെസ്റ്റിംഗ് ടൈം എന്നൊന്നും പറഞ്ഞ് കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് വരിക, നേരെ കിച്ചണിൽ കയറുക, കിച്ചണിലേക്ക് ഇഫ്താറിലേക്കുള്ള ഫുഡ്സ് ഒക്കെ പ്രിപ്പയർ ആക്കുക, അത് കഴിയുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ഓൾമോസ്റ്റ് ആവും. പിന്നെ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, കിടക്കുക. ഇതേ ഒരു റൊട്ടീനായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് അധികം നേരം ഒന്ന് സമാധാനമായിട്ടൊക്കെ ഇരിക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. യെസ് പാപ്പ. ഇനിയിപ്പോൾ ഞങ്ങളൊരു 4 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഫ്താറൊക്കെ കഴിച്ച് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര റെയിനി ആയിരുന്നു, പിന്നെ അതുപോലെ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. നമുക്കത്ര നോമ്പ് പിടിച്ചിട്ടുള്ള ഒരു ടയേർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നാലും ഒരു രസമുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അങ്ങനെ കുറേ ദിവസമായി അങ്ങനത്തെ ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ ബഹ്റൈനിൽ.
ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ഇങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചത് നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, പത്തിരി, പൊറോട്ട, അങ്ങനെയൊക്കെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇന്ന് ശരിക്കും പ്ലാൻ ചെയ്ത് നമ്മൾ ഇഫ്താർ ബോക്സ് വാങ്ങിച്ച് വീട്ടിലിരുന്ന് കഴിക്കാം എന്നാണ്. പിന്നെ നമ്മൾ ലാസ്റ്റാണ് പ്ലാൻ മാറ്റിയത് കേട്ടോ. പുറത്തുനിന്ന് തന്നെയാണ് നമ്മൾ നോമ്പ് തുറന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിസ്കരിച്ച് ഓതി. പിന്നെ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സമയം കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഡേ എൻഡ് ആക്കുകയാണ്. അടുത്ത വ്ളോഗിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.